പുതുപ്പള്ളിയിൽ വിപുലമായിട്ടുള്ള അനുസ്മരണ പരിപാടികളാണ് നടക്കുന്നത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പുതുപ്പള്ളിയിൽ എത്തിയിരിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞുഞ്ഞിന്റെ ഓർമ്മകളിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത്. രാഹുൽ ഗാന്ധി പുതുപ്പള്ളിയിൽ എത്തിയിരിക്കുന്നു. അനുസ്മരണ യോഗത്തോടനുബന്ധിച്ച് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്ന 12 വീടുകളുടെ താക്കോൽ ദാനവും ഇന്ന് നടക്കും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തുകയാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികമാണ് പുതുപ്പള്ളിയിൽ നടക്കുന്നത്. വിപുലമായിട്ടുള്ള പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കുഞ്ഞുഞ്ഞിന്റെ ഓർമ്മകളിലാണ് പുതുപ്പള്ളിയുള്ളത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തിയിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്ന 12 വീടുകളുടെ താക്കോൽ ദാനവും ഇന്ന് അനുസ്മരണ പരിപാടിയിൽ നൽകുന്നതാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവരടക്കം അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അല്പസമയത്തിനകം അനുസ്മരണ സമ്മേളനം ആരംഭിക്കും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തിയിരിക്കുകയാണ്. പുതുപ്പള്ളിയിൽ വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികളാണ്, അനുസ്മരണ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികത്തിന്റെ അനുസ്മരണ പരിപാടികളാണ് പുതുപ്പള്ളിയിൽ നടക്കുന്നത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പുതുപ്പള്ളിയിൽ എത്തിയിരിക്കുന്നു. മനമലിയും ചിരിയും കരളലിയും മൊഴിയും ഇമനിറയെ കരുതൽ ആമിഴീണയിൽ വഴിയും. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ബസിലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ, കാതോലിക്ക ബാവ, കർദിനാൾമാർ ജോസഫ് ആലഞ്ചേരി തുടങ്ങിയ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. അനുസ്മരണ യോഗത്തോടനുബന്ധിച്ച് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്ന 12 വീടുകളുടെ താക്കോൽ ദാനവും ഇന്ന് നടക്കും. വിപുലമായ അനുസ്മരണ പരിപാടികളാണ് പുതുപ്പള്ളിയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. കുഞ്ഞുഞ്ഞിന്റെ ഓർമ്മകളിലാണ് പുതുപ്പള്ളിയിലെ ജനങ്ങളുള്ളത്. വിപുലമായിട്ടുള്ള അനുസ്മരണ പരിപാടികൾ. മനമലിയും ചിരിയും കരളലിയും മൊഴിയും ഇമനിറയെ കരുതൽ ആമിഴീണയിൽ വഴിയും നോവുന്ന ഹൃദയത്തിൻ നൊമ്പരമാറ്റാൻ ഇടറുന്ന കണ്ഠത്തിനിളനീരു നൽകാനി നാട്ടിൽ ഉണ്ടായിരുന്നു ആരും കാണാത്ത ജനസേവകൻ. മനമലിയും ചിരിയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് ഇന്ന് 2 വർഷമാണ്. KPCCയുടെ നേതൃത്വത്തിൽ പുതുപ്പള്ളിയിൽ വിപുലമായിട്ടുള്ള അനുസ്മരണ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പുതുപ്പള്ളിയിൽ എത്തിയിരിക്കുന്നു. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്ന 12 വീടുകളുടെ താക്കോൽ ദാനവും ചടങ്ങിൽ ഇന്ന് നടക്കും. കേൾവിശക്തി നഷ്ടപ്പെട്ട കുട്ടികൾക്കായി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടപ്പിലാക്കിയ ശ്രുതിതരംഗം പദ്ധതിയുടെ 2ാം ഘട്ടത്തിനും ഇന്ന് തുടക്കമാകും. AICC ജനറൽ സെക്രട്ടറിമാർ, KPCC ഭാരവാഹികൾ, MP മാർ, MLA മാർ തുടങ്ങിയവർ സ്മൃതി സംഗമത്തിൽ പങ്കെടുക്കും. പൊതുപരിപാടിക്ക് മുമ്പായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തിയിരിക്കുകയാണ്. സംസ്ഥാന വ്യാപകമായ മണ്ഡലം, ബ്ലോക്ക്, DCC തലങ്ങളിലും പോഷക സംഘടനകളുടെ നേതൃത്വത്തിലും അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. വിപുലമായിട്ടുള്ള
അനുസ്മരണ പരിപാടികൾ തന്നെയാണ് പുതുപ്പള്ളിയിൽ ഒരുക്കിയിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് 2 വർഷം തികയുകയാണ്. KPCCയുടെ നേതൃത്വത്തിൽ പുതുപ്പള്ളിയിൽ വിപുലമായിട്ടുള്ള അനുസ്മരണ പരിപാടിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. മണ്ണിൽ നമുക്ക് മാതൃകയായ മഹാത്മൻ മനമലിയും ചിരിയും കരളലിയും മൊഴിയും. അനുസ്മരണ യോഗം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്യുക. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്ന 12 വീടുകളുടെ താക്കോൽദാനവും